അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളെ കോഴിക്കോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പൊരിച്ച പത്തിരിയും അതുപോലെ തന്നെ വളാപ്പത്തിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ രണ്ട് സ്നാക്സും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഡോ വെച്ചിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണിത്. നിങ്ങൾക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ബൗൾ എടുക്കാം. എന്തെടുക്കുകയാണെങ്കിലും നമ്മൾ മെഷർ ചെയ്തിട്ട് മാത്രം ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയാൽ മതി. അടുത്തതായിട്ട് ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഉപ്പ് ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ, ഞാൻ പിന്നീടാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പം വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള പൊടി ഒന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരപ്പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ പച്ചരിയൊക്കെ കഴുകി ഉറ്റി നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിപ്പിച്ച് വെക്കില്ല, ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പത്തിരിപ്പൊടി വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 പാത്രം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഇതാ 3/4 പാത്രം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടി എടുത്തിട്ടുള്ളത് അരപ്പാത്രം അരിപ്പൊടിയും 1/4 പാത്രം മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ കറക്റ്റ് വറ്റി കിട്ടും. പിന്നെ നിങ്ങൾ വെള്ളവും പൊടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രം വെള്ളത്തിന് 3/4 പാത്രം പൊടി എന്നൊരു കണക്കിന് വെച്ചിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഇത് ചൂടോടെ കുഴയ്ക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ചൂടായിരിക്കും. അപ്പം നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ഒരു ലൈറ്റ് ചൂടാറിയ ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ പൊടിയൊക്കെ വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഓവർ ചൂടും ഇല്ലല്ലോ, ലൈറ്റ് ചൂടല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡോ ഒക്കെ റെഡി ആയി കിട്ടും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പരത്തിയെടുക്കുന്ന ടൈമിൽ അരിപ്പൊടി മാത്രമാകുമ്പം ഇത് ഒട്ടിപ്പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊരിച്ച പത്തിരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പം ഒരുപാട് പ്രസ് ചെയ്ത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ പരത്തിയാൽ തന്നെ ഇത് നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്ര വലുപ്പമായി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പത്തിരി പരത്തുമ്പം ഒരുപാട് നൈസായി പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോവരുത്. ഇതുപോലെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അപ്പോഴേ നമ്മുടെ പൊരിച്ച പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഇനി ഇതിൽ ബാക്കി വരുന്ന ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് വളാപ്പം കൂടെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ ഡോ എടുത്തിട്ട് ഇതുപോലൊന്ന് റൗണ്ടാക്കി കൊടുത്താൽ നമുക്ക് വളാപ്പവും റെഡിയായി കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ 2 സ്നാക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലോണം ചൂടാവാനും പറ്റൂല, ഓയിൽ തീരെ ചൂടാവാണ്ടിരിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയ ഓയിലിലോട്ട് ഈ പത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പത്തിരി നമ്മൾ ഇട്ട ഉടനെ തന്നെ മറിച്ചിടരുത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് പൊങ്ങി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഓയിലിൽ ഞാൻ പറയുന്ന ഒരു രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരി റെഡി ആയി കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിലിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വളാപ്പം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ പത്തിരി പൊരിച്ചെടുക്കാനുള്ള ആ ഒരു ടൈമൊന്നും വളാപ്പം പൊരിച്ചെടുക്കാൻ വേണ്ട, വളരെ പെട്ടെന്ന് കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ടൈമിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വളാപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം.
അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാലിക്കറ്റിൻ്റെ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയും വളാപ്പവും റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ വളാപ്പം. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പ സുബൈ നിസ്കാരവും കഴിഞ്ഞിട്ട് വരുമ്പം ഇതുപോലെ കുറച്ച് വളാപ്പവും പൊരിച്ച പത്തിരിയും പൊരിച്ചുണ്ടൊക്കെ ആയിട്ടാട്ടോ രാവിലെ വരാറുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് പൊരിച്ച പത്തിരിയും റെഡി ആയിട്ടുണ്ട്. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിനൊപ്പം കഴിക്കാനായിട്ട് ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.